ഹലോ. ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടിലത്തെ വീഡിയോ ആണ്. ഞാനിന്ന് ഓഫായതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നതാണ് ഇന്നലെ തന്നെ. അപ്പം ഇന്ന് രാവിലെ ഒരു 8:30-9 മണിക്ക് എണീറ്റ് ജനൽ തുറന്നപ്പോൾ കുറേ പക്ഷികളുടെ സൗണ്ടൊക്കെ കേട്ട് എണീറ്റു. അത് നമുക്കൊരു പ്രത്യേക ഫീലാണല്ലേ, രാവിലെ ഇങ്ങനെ കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് എണീക്കുന്നത്. ഞാൻ ജനൽ തുറന്ന് നോക്കിയപ്പോഴുള്ള കാഴ്ച, ഇന്നലെ നല്ല മഴയാണ് പെയ്തത് ഇവിടെയൊക്കെ. പിന്നെ ഞാൻ പോയിന്ന് ഫേസ് വാഷ് ചെയ്തു. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് അത് നിവ്യയുടെ ഫേസ് വാഷ്, പിന്നെ കോട്ടയ്ക്കലിൻ്റെ ഷാമ്പു. അത് ഞാൻ ചുമ്മാ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ വിചാരിച്ചൊരു കട്ടൻ ചായ കുടിക്കാം, തണുപ്പല്ലേ. അപ്പോൾ ഒരു കട്ടൻ കുടിച്ചാൽ ഒരു എനർജി വരും എന്ന് വിചാരിച്ച് കട്ടൻ അടിച്ചു. പിന്നെ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. അയ്യോ, ഇതെൻ്റെ ചെമ്പരത്തി ചെടിയാട്ടോ ഇത്. അത് വീണുപോയി. അത് ഇന്നലത്തെ കാട്ടിൽ ഒടിഞ്ഞ് കിടക്കുന്നത്. അതിൻ്റെ മുകളിലൊരു കോവയ്ക്ക ഞങ്ങൾ പടർത്തിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, കോവയ്ക്ക എന്നാണോ? പക്ഷേ കായൊന്നുമില്ലേ. പിന്നെ ഞാൻ ചുമ്മാ മുറ്റത്തൂടെ നടന്നപ്പോൾ നമ്മളെ സപ്പോർട്ടേൻ്റെ അടുത്തൊന്ന് പോയി നോക്കി. സപ്പോർട്ടേൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അത് ആ സപ്പോർട്ടേനകത്ത് കുറേ കായ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു കായകളാണ്, പക്ഷെ അത് വലുതാവാൻ എനിക്ക് തോന്നുന്നു 1-2 മാസം എടുക്കുകയുണ്ട് എന്തായാലും. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷേക്കോ വേറെ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അല്ലേ. അപ്പം സപ്പോർട്ട മരത്തിനൊക്കെ ഒന്ന് നോക്കി മുറ്റത്തൂടെ കുറച്ച് നേരം ഇങ്ങനെ ചുറ്റി നടന്ന്. പിന്നെ പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴക്കാറ് നമുക്കിവിടെ ചെറുങ്ങനെ കോടയൊക്കെ വരും. ഇത് കോടയൊന്നും അല്ലെന്ന് തോന്നുന്നു, പക്ഷേ നല്ല തണുപ്പുണ്ട് രാവിലെ തന്നെ. നല്ല മഴയല്ലേ, മഴ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെ തണുപ്പും ഉണ്ടാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് പുട്ടും സ്റ്റൂ ആയിരുന്നു. പുട്ടും സ്റ്റൂ ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് അപ്പോഴാണ് നമ്മളെ മീഷോന്നൊരു കൊറിയർ ഉണ്ടായിരുന്നു. അപ്പം മീഷോയിലൊരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വന്നതിന് അതൊരു ടോപ്പായിരുന്നു. ഇതാണ് ആ പ്രൊഡക്റ്റ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഇനി വാഷ് ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പോയി പയർ പറിച്ചു. നമ്മളെ വീട്ടിലുണ്ടായ പയറാട്ടോ ഇത്. പറിച്ചോ, ഇതിൻ്റെ ഉപ്പേരി ആയിരിക്കും ഇന്ന്. കുറച്ച് പയറുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. അപ്പം പയർ പറിച്ച് നേരെ ഞാൻ നമ്മളെ റംബൂട്ടാനല്ല എന്തായിരുന്നു, അനാർ ചെടീൻ്റെ അടുത്ത് പോയി നോക്കി. അനാർ പൂവിട്ടിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ വന്നപ്പം. പക്ഷേ നോക്കിയപ്പം നിലത്ത് വീണ് കിടക്കുന്നു കുഞ്ഞ് ഇത്. നമ്മളെ പച്ചമുളകില്ലേ അതേപോലെ, പഴുത്ത മുളക് അതേപോലെ കുഞ്ഞ് അനാറുകൾ. ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഉണ്ട് അതിനകത്ത് കുഞ്ഞു കുരുക്കൾ. അനാറ് പക്ഷേ പാവല്ലേ, വലുതാവാതെ വീണുപോയി. പിന്നെ നമ്മളതാ പപ്പായ. നിങ്ങളവിടെ എന്താ പറയുക? ഞങ്ങൾ കർമൂസ എന്നാണ് പറയുക. കർമൂസ, കുഞ്ഞു കർമൂസയൊക്കെ അതൊന്നും ഉണ്ടായാൽ മതി. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എനിക്കൊരു ബേക്കറി പോയി കുറച്ച് സാധനം വാങ്ങിക്കണ്ടിരുന്നു. ഇന്ന് ഞാൻ നാട്ടിലെ ബേക്കറിയിൽ പോകാൻ വിചാരിച്ചിട്ട് പുറത്തിറങ്ങി നടന്ന്, റോഡിൽ കൂടെ തന്നെ നടന്ന് അവിടെ എത്തി. വണ്ടി എടുത്തില്ല. അപ്പോൾ നമ്മൾ ഫേമസ് ബേക്കറിയിൽ പോയിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചു. ഞാൻ പപ്സ് വാങ്ങി. അവിടുത്തെ പപ്സ് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പപ്സും കേക്ക് പക്ഷേ ഇന്നലെ ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ച കേക്ക് അതിനും. അപ്പോൾ പപ്സ് കഴിക്കാൻ വിചാരിച്ച് പപ്സും ചായയും. അതിന് ശേഷം ഇതാ താളി പറിക്കാൻ പോയത്. കുറേ ആയില്ലേ ഹെയർ കെയറൊക്കെ ചെയ്തിട്ട്. അങ്ങനെ താളി പറിക്കാൻ വിചാരിച്ചിട്ട് ചെമ്പരത്തി പറിക്കാൻ പോയി ആദ്യം. അപ്പോൾ ചെമ്പരത്തി പറിക്കാൻ പോയപ്പം നമ്മളെ കറ്റാർവാഴയില്ല, അലോവേര. അപ്പം അലോവേരയിൽ നിൽക്കട്ടെ വിചാരിച്ച് എല്ലാം കൂടി ഒരു മിക്സ് ആക്കിയിട്ട് അങ്ങ് തേക്കാൻ വിചാരിച്ച് കുറേ ഹെയർ പാക്കൊക്കെ ചെയ്തിട്ട്. നമ്മൾ വെള്ളം ഇല്ലാത്തപ്പോൾ ഈ ഹെയർ പാക്കൊക്കെ ഇട്ടാൽ കഴുകി കളയാനും പാടാണല്ലോ. അപ്പം മഴക്കാലമായതുകൊണ്ട് ഇനി ഹെയർ പാക്ക് ചെയ്യാം, വെള്ളത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഞാൻ അത് പറിച്ചു. ഇനി കുറച്ച് തുളസി ഇല പറിക്കാൻ വിചാരിച്ചു. തുളസി ഇലയും ചേർത്തിട്ട് പിന്നെ കറിവേപ്പും തുളസിയും നല്ലതാണ് കേട്ടോ നമ്മളെ ഹെയറിന്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഈ തുളസി ഞാൻ കുറേ പിച്ചിട്ടുണ്ട്. തുളസി പറിച്ചു. അതിനുശേഷം വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പ. അപ്പം കറിവേപ്പിലയും ഒരു തണ്ട് പറിച്ചു. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തലയിൽ തേക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. മിക്സിയിലിട്ട് അരച്ച് ഇത് ഞാൻ വീഡിയോ എടുത്ത് അത്ര ശരിയായിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ നമുക്ക് ശരിയാക്കാം. ഓക്കെ. ഇത് ഞാൻ എടുത്ത് കുളിച്ചതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങി പൂക്കളൊക്കെ നോക്കാൻ വിചാരിച്ചു. കുറച്ച് കാലമായി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർക്കിഡല്ലേ ഇത്, ഓർക്കിഡൊക്കെ നോക്കി. മഴ ആയതുകൊണ്ടൊക്കെ ചീഞ്ഞടക്കുകയാണ്. അങ്ങനെ പൂവൊക്കെ നോക്കി മുറ്റത്തൂടെ വീണ്ടും നമ്മൾ ഉച്ചയ്ക്ക് നടന്നു. ഇപ്പോൾ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. അങ്ങനെ മുറ്റത്തൂടെ നടന്ന് നമ്മളെ വീട്ടിലെ ചെടിയൊക്കെ നോക്കി. എല്ലാം അതായത് പോയിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് സെറ്റപ്പാക്കി എടുക്കണം. അപ്പം ഈ കുറേ വെള്ളപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഓർക്കിഡും ഉണ്ടായിരുന്നു ഇവിടെ, വൈറ്റും പിങ്കും പിന്നെ ഏതൊക്കെയോ വയലറ്റ്, അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഈ പൂവിന് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയാം? നമ്മൾ മഴക്കാലം ആകുമ്പം മുറ്റത്തല്ല പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഒരു പൂവ് അത്. ഇത് നമ്മളെ പറമ്പാണിത്. മേലോട്ടേക്ക് ഫുള്ള് മലയാണ്. ഇതൊരു സൈഡ് മാത്രം. അങ്ങോട്ടേക്കൊന്നും ഇപ്പോൾ പോയിക്കൂടാ, ഇരുടാവും. മീൻസ് കാടൊക്കെ ആയിട്ട്. അത് നമ്മളെ പറമ്പിലൊക്കെ ഒന്ന് പോയി. അതിന് ശേഷം ഞാൻ വീണ്ടും ചെടിയൊക്കെ കാണിച്ചുതരാം. മുറ്റത്തുള്ള ഇതൊക്കെ നമ്മളെ വീട്ടിലെ ചെടികളാണ്. നമ്മൾ മുറ്റത്തല്ല, നമ്മൾ കൊലയിൽ വെച്ചതാണ്.
അപ്പം ഇതൊക്കെയാണ്. ഇനി ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഒരു റൈഡ് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച്, നമ്മുടെ നാടാണ് കേട്ടോ, ഇത് ചെറിയൊരു ഗ്രാമമാണിത്. അപ്പം നമ്മുടെ നാട്ടിൽ കുറേ ഷോപ്പിലൊക്കെ പോയി വന്ന് ഞാൻ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് ഇരുടായി. ഇതാണ് അവസ്ഥ. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ്. ഞാൻ ഇനി കുറേ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.